വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ലെമൺ ജ്യൂസ്, മൂസമ്പി ജ്യൂസ്. ലെമൺ ഇമ്മ്യൂണിറ്റി കൂട്ടും, ഹൃദയാരോഗ്യം കൂട്ടും, അസ്ഥികൾക്ക് നല്ലതാണ്, ദഹനത്തെ ഉത്തേജിപ്പിക്കും, ഭക്ഷണത്തിലുള്ള അയേണിനെ വലിച്ചെടുക്കാൻ പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതാണ്. വിറ്റാമിൻ സിയുടെ കലവറയാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, വിറ്റാമിൻ B6 ഇവയും വലിയ തോതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ചൂടുകാലത്ത് ഇതിൻ്റെ ജ്യൂസ് ശരീരത്തിന് വളരെ നല്ലതാണ്. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഈ രീതിയിലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ കീറി കൊടുത്തിട്ടും തോല് പൊളിച്ചെടുക്കുക. അതിൻ്റെ വെള്ളമെല്ലാം പോകണം. എളുപ്പത്തിന് ഓരോരാളിലും എളുപ്പത്തിൽ അറിയുമെന്നറിയില്ല. എനിക്കിത് അറിയുന്ന ഏറ്റവും എളുപ്പം. ഈ വെള്ളപ്പാട പോലത്തെ ഇതെല്ലാം കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കാം. ഞാൻ 2 ചെറുനാരങ്ങേൻ്റെ എടുക്കുന്നത്. ചെറുതായതുകൊണ്ട് വലിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളത്തിൽ ഒരു നാരങ്ങ എടുത്താൽ മതി. ഞാനിത് 2 എടുക്കുന്നുണ്ട്. പിന്നെ പുളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ എടുക്കാം, അല്ലെങ്കിൽ കുറക്കാം. ഈ രീതിയിൽ തോല് പൊളിച്ചതിൻ്റെ കുരുവെല്ലാം വേർപെടുത്തണം. ഈ മൂസമ്പിക്ക് സീഡില്ല കേട്ടോ. അതാ ഈ ഒറ്റ ഒന്നേ കിട്ടിയിട്ടില്ല. ഒന്നിന് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ചെറുനാരങ്ങയും പിഴിഞ്ഞ് വെക്കാം. 2 ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. ഇനി കുറച്ച് ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഈ നാരങ്ങയുടെ മിക്സിൻ്റെ ജാറിന്ന് അടിച്ചെടുക്കലാണ്. പഞ്ചസാര ചേർത്തിട്ട് ആണ് അരച്ചെടുക്കുന്നത്. ഞാൻ 3/4 ഗ്ലാസ് ഏകദേശം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് ആരൊരാൾക്ക് വേണ്ട മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. തേനായാലും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച്. മഞ്ഞളിൻ്റെ ചുവ ഇഷ്ടമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അടിച്ചു കൊടുക്കുക. ഞാൻ അധികം നേർപ്പിച്ചിട്ടില്ല. തണുപ്പിന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചൂട് കാലത്ത് തണുപ്പ് അധികം നന്നല്ല എന്നാണ് പറയുന്നത്. കുറച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലെമൺ ജ്യൂസ് ഇവിടെ റെഡിയായി. ഇതേ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് എന്നെ അറിയിക്കുമല്ലോ.